നാരായണ നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം ഏകാദശ സ്കന്ധം 29-ാമത്തെ അധ്യായം. ഉദ്ധവൻ ചോദിക്കുകയാണ്, ആത്മാവിനെ അറിയാനുള്ള വഴി എന്താ? മനസ്സടക്കുക എന്നത് യോഗികൾക്കും കൂടിയും കഴിയുന്നില്ല. ഈ ഞാൻ കർത്താവാണ് എന്നുള്ളൊരു കർത്തൃത്വ ബോധം അത് കുറച്ച് നമ്മളെ കീഴ്പ്പെടുത്തുന്നില്ലേ, നമ്മളെവിടെ പെടുത്തുന്നില്ലേ എന്നതാണ് ചോദ്യം. മായ നമ്മളെ പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ഒരു വിഷമായിട്ട് വരുന്നില്ലേ, മനസ്സിനെ ബാധിക്കുന്നില്ലേ എന്നതാണ് ചോദ്യം. ഒന്നും അറിയില്ലാച്ചാലും പക്ഷേ നമ്മൾ അതും ഇതൊക്കെ ഇതെൻ്റെയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ പരമഭക്തന്മാരായിട്ടുള്ള പലർക്കും ജ്ഞാനമൊന്നും ഉണ്ടാവില്ല, ഭാഗവത ജ്ഞാനമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു പക്ഷേ ഭാഗവതം വായിക്കാറോ ഉണ്ടാവില്ല, ഭാഗവതം വായന ശീലമില്ല, ഇനി വായിക്കണം വെച്ചാൽ പറ്റൂല, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും അവരൊക്കെ ഭഗവാന്റെ വളരെ ഇഷ്ടക്കാരാണ്. അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താ? ഭാഗവതം വായിക്കുന്നവരൊക്കെ കേമന്മാരും അല്ലാത്തവരൊക്കെ മോശക്കാരും അങ്ങനെയാവുമോ? ഇപ്പോൾ ഗോപികൾക്കായാലും ശബരിക്കായാലും ഇങ്ങനെയുള്ള ജ്ഞാനങ്ങൾ വാനരന്മാർക്ക് ഇവർക്കൊന്നും ഈ പശുക്കളുണ്ട്, ഗജേന്ദ്രനുണ്ട്, ഇവരൊക്കെ അതൊക്കെ ഉണ്ടായിട്ടാണോ? പിന്നീട് അവർക്ക് ഭഗവാൻ കൊടുത്തപ്പോൾ അവർക്കൊക്കെ കിട്ടി, അത്രയല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? ഈ ഒരു ഭാവത്തിലേക്ക് എങ്ങനെയാണ് ഭഗവാനെ അവരെത്തിച്ചേർന്നത്? ഈ ജ്ഞാനം ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് അവിടേക്ക് എത്തിച്ചേരണില്ല? എത്രയോ തവണ നമ്മൾ ഭാഗവതം വായിക്കണു, പറയണു, കേൾക്കണു, എന്നിട്ടൊന്നും നമുക്ക് ഈ ഭാവത്തിലെത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ ചില സൂത്രക്കാർ ഇതൊക്കെ ചെയ്യുന്നിട്ട് അന്യദേവന്മാരെ ഉപാസിക്കുകയും ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ചില സൂത്ര വഴികളിലൂടെ മന്ത്രവാദം എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് ചില കാര്യസാധ്യങ്ങളൊക്കെ ഉണ്ടാക്കും. കാര്യസാധ്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഉണ്ടാവുക പൈസയാവും. യശസ്സും ധനവുമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക. പിന്നെ ജനസമ്മതി, ഇതൊക്കെ ഉപാസന കൊണ്ട് കിട്ടുകയും ചെയ്യും. ഭഗവാൻ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജീവന് പിന്നീട് പാപമാണോ വരുന്നത് പുണ്യമാണോ കിട്ടുന്നത് എന്നുള്ളത് നല്ലോണം മനസ്സിരുത്തേണ്ട ഒരു അവസ്ഥയാണ് കലികാലത്തിൽ. ശുദ്ധാവണുണ്ടോ അതോ അയിത്താവുക ചെയ്യണം? അശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശുദ്ധാവില്ല, വലിയ പ്രശ്നമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുക? കാരണം വിഷയമോഹങ്ങളാണ് ധനസമ്പാദനത്തിന് കാരണം. യശസ് ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ട് കാര്യമില്ല. അത് യശസ് ദുര്യശസ്സാണോ സദ്യശസ്സാണോ അറിയില്ല. അങ്ങയെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഭഗവാൻ തരും. പക്ഷെ അർഹത എപ്പോഴാണോ കിട്ടുന്നത് അതുവരെ തരില്ല. അപ്പോൾ നമുക്ക് ക്ഷമയില്ല. അപ്പോൾ സൂത്രവഴിയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാച്ചാൽ അതൊക്കെ ചെയ്യും. അതിന് പറ്റിയ ഗുരുക്കന്മാരെ കാണും, അതിന് പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അത് അങ്ങനെ അല്ലാതെ കണ്ട് വരാൻ എന്താ വേണ്ടത്? ബ്രഹ്മാവിന് പോലും വേണ്ട രീതിയിൽ ഭഗവാനെ അറിയാൻ സാധിക്കുന്നില്ല എന്ന് ബ്രഹ്മാവ് തന്നെ പറഞ്ഞു. മഹാദേവനും കപിലനും നാരദ മഹർഷിക്കും മാത്രമാണ് ഭഗവാനെ അറിയുന്നത് എന്ന് ലോകരെല്ലാവരും ഒരേപോലെ മഹാഭക്തന്മാരും കൂടി പറയണം. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ എങ്ങനെയാണ് ഭഗവാനെ അറിയുക? ഭഗവാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് തുല്യനാണ് ഉദ്ധവ അങ്ങ് എന്നാണ്. അപ്പോൾ ഇത് ശരിയാവണില്ല, രണ്ടും കൂടിയിട്ടാണ് ടാലി ആവണില്ല. അതൊന്ന് ഈ കടം വീട്ടാനുള്ളൊരു തുല്യത വരണ്ടേ. അപ്പോൾ അത് ഈ കടം വീട്ടായിട്ട് വേണ്ടേ? ഇപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ ആവണ്ടേ? ഭഗവാന്റെ വാക്ക് സത്യമാവണല്ലോ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നമ്മൾ ഭാഗവത ധർമ്മത്തെ ശീലമാക്കിയാൽ മതി. അപ്പോൾ എന്താ ഭാഗവത ധർമ്മം? ത്രിവിധ കർമ്മങ്ങൾ ഈശ്വരന് സമർപ്പിക്കുകയേ വേണ്ടൂ. അതാണ് കർമ്മയോഗം. നമുക്ക് എങ്ങനെയാണോ ഈശ്വരന് സമർപ്പിക്കാൻ പറ്റുക അത് അങ്ങനെ സമർപ്പിച്ചാൽ മതി. ഊണ് കഴിക്കുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് അന്നദാനത്തിൻ്റെ ഒപ്പം ഇരുന്നു കൊണ്ട് കഴിക്കുക. വസ്ത്രം എടുക്കുമ്പോൾ നമ്മൾ പീടികയിൽ പോയിട്ട് വസ്ത്രം പണ്ടൊക്കെ വാങ്ങുമല്ലോ, എനിക്ക് മാത്രമായിട്ട്
അല്ല വാങ്ങേണ്ടത്. അന്യ വീട്ടിലെ ആൾക്കാർക്കും കൂടി ഒപ്പം വാങ്ങാം. എനിക്കൊരു പണ്ടം വാങ്ങി, അന്യ വീട്ടിലൊരാൾക്ക് പണ്ടം വാങ്ങി. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെ, ഒരു വസ്ത്രം നമ്മളെ ബന്ധുക്കൾക്ക് വാങ്ങി കൊടുത്തു വെച്ചാൽ അത് 10,000 ആൾക്കാരോട് പറയും, ഞാൻ ഇന്നയാൾക്ക് ഇത്രയും വില കൂടിയത്, ഇപ്പം 100 റുപ്യാവും വില, 200 റുപ്യയുടെ വസ്ത്രം വാങ്ങി കൊടുത്തു എന്നൊക്കെ പറയും ചെയ്യും. അപ്പം അങ്ങനെയല്ല വേണ്ടത്. ഇങ്ങനെ മുഴുവൻ ഈശ്വരനെ സമർപ്പിക്കുക. കാരണം അവരിലൊക്കെ ഈശ്വരനുണ്ട്. അതാണ് ഇപ്പോൾ ഈ 5 ഭാഗമായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. എനിക്കും എൻ്റെ ഭാവി തലമുറയ്ക്കും എൻ്റെ ബന്ധുക്കൾക്കും. അത് നമ്മൾ അത്രയും കഷ്ടിച്ചിങ്ങനെ ചെയ്യുന്നുണ്ട്. ധർമായ യശസ്സേ അർത്ഥായ കാമായ സ്വജനായ ച. പിന്നെ ധാർമ്മിക പ്രവർത്തികൾക്കാണ് ഒരു ഭാഗം നീക്കി വയ്ക്കേണ്ടത്. പിന്നീട് നമ്മൾ ഈ ക്ഷേത്രം നമ്മൾ കെട്ടിപ്പൊക്കി, അല്ലെങ്കിൽ നവീകരണ കലശത്തിന് കൊടുത്തു, നവീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു, അമ്പലം പണിയെടുത്തു, ഇഷ്ടാപൂർത്തങ്ങൾ ചെയ്തു. അതൊക്കെ യശസ്സിന് കാരണമാവും. ധാർമ്മികമാണ്, യശസ്സുമാണ്. അപ്പോൾ ഈ 40% നമ്മൾ എന്തിനു വേണ്ട, ഈ ഈശ്വര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കണം. 40% ചിലവാക്കണം. 60% നമുക്ക് നമ്മുടെ ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ള അർഹതയുള്ളൂ. അപ്പോൾ അനന്യ ശരണാഗതിയോട് കൂടിയിട്ട് ഭക്തനായിക്കൊണ്ട് ഭക്തസംഘം നേടിയിട്ട് എല്ലാവരിലും ഈശ്വരനെ കണ്ടിട്ട് ഈ ഭക്തന്മാർ, ഗുരുക്കന്മാർ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളെ അനുസരിക്കുക, അവർ പറഞ്ഞത് കേൾക്കുക, അതുപോലെ അവരെ അനുസരിക്കുക, അനുകരിക്കുക പറ്റാവുന്നത്. പിന്നെ ഈശ്വര ഭജനാദി കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഭാഗവത പാരായണാദികളൊക്കെ ചെയ്യുക. മനഃശുദ്ധി വന്നു കഴിഞ്ഞാൽ അകം പുറം എന്നെ കാണാൻ സാധിക്കുന്ന, അകത്തും പുറത്തും മനഃശുദ്ധി വന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ സാധിക്കും. ഭഗവാൻ പറയുകയാണ് ഉദ്ധവനോട്, ഇങ്ങനെ ക്രമേണയായിട്ട് ദ്വന്ദ്വം കടക്കാൻ സാധിക്കും. അതിപ്പോൾ ഈ 6-ാമത്തെ 7-ാമത്തെ അധ്യായം തൊട്ടിട്ട് ഇപ്പോൾ 29-ാമത്തെ അധ്യായം, 23 അധ്യായങ്ങളെ കൊണ്ടാണ്. 22 അധ്യായവും പറഞ്ഞു. ഈ 22 അധ്യായങ്ങൾ ഉള്ളിലാണ്ട് കയറിയാലെയാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഇവിടെ അത് ഏറ്റവും ചുരുക്കി പറഞ്ഞു. എന്ത്? ഭഗവാനെ ഭാഗവതം കൊണ്ട് ഉപാസിച്ച് കഴിഞ്ഞാൽ അകവും പുറവും ശുദ്ധാക്കാം. ഈ ഭാഗവതം എന്നുള്ളത് ഞാനിപ്പോൾ ഇതാ അങ്ങേക്ക് ഉപദേശിച്ചു തന്നില്ലേ, ഈ ഭാഗവത തത്വമാണ്. ഇതാണ് ഭാഗവത തത്വം. അപ്പോൾ അതിൻ്റെ അർത്ഥമായിട്ട് കിട്ടുക എന്താണ്? സമുദ്രത്തിലെ തിരമാല അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ ജീവൻ. അതിനൊരു ഒന്നുമില്ല. പ്രപഞ്ചത്തിലെ ജീവൻ ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ആ ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുന്നത് ബാക്കിയായിട്ട് വരും. എത്രയേ ബാക്കിയായിട്ട് വരുള്ളൂ? ഇങ്ങനെ ഞാൻ മിനിയാന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയൊരു തിരമാല കണ്ടു കേട്ടോ. ഇനി അത് വീണ്ടും കാണാൻ പറ്റുമോ? നമ്മൾ പിന്നെ സങ്കല്പിച്ച് വരയ്ക്കൊക്കെ ആയിട്ട് വേണേ, എത്രയേ പറ്റുള്ളൂ. അപ്പോൾ ആ തിരമാലയാണ് ഈ ജീവജാലങ്ങൾ മുഴുവൻ. എല്ലാം ബ്രഹ്മാംശമാണ്, സമുദ്രത്തിലെ തന്നെയാണ്. സമുദ്രവെള്ള, സമുദ്രത്തിലെ ജല, വേറെ ഒന്നുമില്ല. ഈ ആത്മാവാണ് പ്രപഞ്ചമായിട്ട് വിരാജിക്കുന്നത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മുക്തിയായി. ഇതിലിപ്പോൾ ചണ്ടാളനായിട്ട് ജനിച്ചാലും ശരി, മഹാബ്രാഹ്മണനായിട്ട് തന്ത്രിയായിട്ട് ജനിച്ചാലും കാര്യമില്ല, ഒക്കെ ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. കള്ളനായാലും ശരി, ഈ ചീത്ത പ്രവർത്തികൾ ചെയ്യുന്നവനായാലും ശരി, ഒക്കെ ഒരേപോലെയാണ്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കല്ല, മറിച്ച് അത് പാടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ ശിക്ഷിച്ച് നേരെയാക്കുക തന്നെ വേണം. അങ്ങനത്തെവരെ കൂട്ടിലിടുക, പുറമേക്ക് അവർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്ത രീതിയിൽ അവരെ ബന്ധിക്കുക, ബന്ധനത്തിൽ ഏർപ്പെടുത്തുക, അതാണ് വേണ്ടത്. കാരണം അവരിലുള്ള ഈ അശുദ്ധിയെ നീക്കുന്നത് വരെ അവർക്ക് ഈ ചീത്ത ചെയ്യാനുള്ള അവസരത്തെ കൊടുക്കാതിരിക്കുക, അതാണ് വേണ്ടത്. ജരാസന്ധൻ ഈ 20,800 രാജാക്കന്മാരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് അവർ മരിക്കരുത്, ജീവൻ നിലനിൽക്കുകയും വേണം എന്നാണ് അവരെ ശിക്ഷിച്ചില്ല, വിധിച്ചത് അതാണ്. അപ്പം അതുപോലെയാണ് ഈ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ അവർ വീടിൻ്റെ ഉള്ളിൽ ഇരുത്തുക, പിന്നെ പുറത്തേക്ക് പോകണ്ട, ഒരു ചീത്തയും ചെയ്യാൻ സമ്മതിക്കരുത്. അങ്ങനെ ആ രീതിയിൽ. ഇപ്പം നമ്മൾ സാധാരണ അടിച്ചൂരി അതിൽ കുപ്പയായി കുറച്ച് വെള്ളം നനഞ്ഞു ചീഞ്ഞു അങ്ങനെയൊക്കെ കൂട്ടുക. തെങ്ങിൻ്റെ കടക്കിലിട്ട് കഴിഞ്ഞാൽ
ആ മണ്ണിൻ്റെ അതിൻ്റെ മീതെ മണ്ണിട്ട് അത് മൂടിക്കഴിഞ്ഞാൽ അത് വളമായിട്ട് മാറി, അത് തെങ്ങ് വലിച്ചെടുത്തു, ശുദ്ധമായിട്ടുള്ള ഇളനീരായിട്ട് കിട്ടി. നമുക്കിനി ആ കിട്ടുന്നത് ഈ ചീഞ്ഞ സാധനമല്ല, അതിൻ്റെ മറ്റൊരു ഭാവത്തിലാണ്, ഒരു ബന്ധമില്ലാത്ത സാധനത്തിലാണ് നമുക്ക് കിട്ടുക, ഇളനീരായിട്ട് കിട്ടുക. ഇളനീരിൻ്റെ വെള്ളം, അതിൻ്റെ കാമ്പ് എത്ര സ്വാദുണ്ട്. ഇവിടെ കൊടുത്തത് എന്താ? ഈ ചീഞ്ഞ വെള്ളമല്ലേ. എന്ന കൂട്ടത്തിൽ ഈ അയ്യോ ഇതിനെങ്ങനെ ചീയിച്ചാൽ പറ്റുമോ എന്ന് തോന്നരുത്, അത് തെറ്റാ. അതിലെത്ര കോടി ജീവൻ പ്രാണിവർഗങ്ങളായിട്ടുണ്ട്, നമുക്ക് കാണാൻ പോലും പറ്റില്ല. അതല്ലേ ഇങ്ങനെ ശുദ്ധീകരണം ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ അതിലെ ഈശ്വരനെ കാണാൻ വേണ്ട, അത്രേ വേണ്ടൂ. പ്രഹ്ലാദൻ പറഞ്ഞ പോലെ പാമ്പോ തേളോ ചത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അതിന് ദുഃഖിക്കാറില്ല. എൻ്റെ അച്ഛനും ആ ഒരു രീതിയിലായതുകൊണ്ട് ഇപ്പം അച്ഛനെ ആ ശരീരത്തിൽ നിന്നും ജീവനെ മുക്തനാക്കി അങ്ങയിലേക്ക് ആ ജീവനെ പ്രവേശിപ്പിക്കണം. അതെനിക്ക് വരമായിട്ട് തരുകയും വേണം. എനിക്ക് വരം വേണ്ടേ. അപ്പം ഈ ഭാവത്തിൽ വേണം നമ്മൾ അതിനെടുക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് സമദർശനം, സമചിത്തത അത് വളരെ പ്രധാനമാണ്. വലിയവരോട് അസൂയപ്പെടല്ല വേണ്ടത്, വിനയത്തോടു കൂടിയിട്ട് അവരിൽ നിന്നും വേണ്ടത് സ്വീകരിക്കുകയാണ് വേണ്ടത്. ചെറിയവരോട് നിന്ദയല്ല വേണ്ടത്, ദയ തോന്നുകയാണ് വേണ്ടത്. തുല്യരോട് മത്സരമല്ല വേണ്ടത്, സ്നേഹിക്കുകയാണ് വേണ്ടത്. അതാണ് മൈത്രി ബന്ധം. സഖാവ്. മാനാവമാനം വേണ്ട, ഉച്ചനീചത്വം വേണ്ട. എന്നാ ഉച്ചനീചത്വം വേണ്ടേ? ഒക്കെ വേണം. അടിച്ചു വരുന്ന ആളുടെ അത് സ്ത്രീ ആവാം. സ്ത്രീ അടിച്ചു വരുന്ന ആള് മറ്റേ ഈ മേശാന്തി തന്ത്രി ആവണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. രണ്ടും രണ്ടന്നെയാ ഫലം. ഈ തുല്യത അത് രണ്ട് തരത്തിൽപ്പെട്ടതായിട്ട് കണക്കാക്കിക്കൊണ്ട് ഇതിങ്ങനെയാണ് വേണ്ടത് എന്ന് കണക്കാക്കണം. തെങ്ങ് പോലെയാണോ തുളസി? അതുപോലെയാണോ ആല്? എത്ര വ്യത്യാസമുണ്ട്. ഈ നാനാത്വം ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ടതാണ് എന്നറിയുകയേ വേണ്ടൂ. കടലിലെ വെള്ളമാണോ കുളത്തിലെ വെള്ളം? കുളത്തിലെ വെള്ളമാണോ നമ്മൾ കുടിക്കാനെടുക്കുന്ന കിണറിലെ വെള്ളം? വ്യത്യാസമില്ലേ? എല്ലാം വെള്ളമല്ലേ. അപ്പോൾ ശുദ്ധീകരണം ഓരോന്നും വിചിന്തനം ചെയ്യുമ്പോൾ പോലും ശുദ്ധീകരണം വേണമെന്നർത്ഥം. അതാണ്. എല്ലാവരിലും ഭഗവാനുണ്ട്, ശരിയാണ്. പക്ഷെ വ്യത്യാസമുണ്ട്. എൻ്റെ, നിൻ്റെ, അത്, ഇത്, ത്വം തവ ഏഷ അന്യ അഹം മമ. ഇത് നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക വേണം. പക്ഷേ ഇതൊക്കെ ഉണ്ട്. യദ്യപി തുല്യദർശനാത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് കൊടുക്കേണ്ടത് അതിലേക്ക് കൊടുക്കുക, അതിൽ നിന്ന് എടുക്കേണ്ടത് എടുക്കുകയും വേണം. വേദം, പുരാണം, ശാസ്ത്രം, ഞാൻ, എൻ്റെ വാക്കുകൾ ഇതൊക്കെ ഇത് തന്നെയാണ് സമർത്ഥിക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞ് പഠിക്കണം. തത്തമ്മേ പൂച്ച കാര്യമില്ല. വാചകാർത്ഥത്തിൽ കിട്ടിയിട്ട് കാര്യമില്ല, വാച്യാർത്ഥം കിട്ടിയിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഈ മർമ്മത്തെ, ഗൂഢത്തെ കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലോ സംസാരത്തിൽ നിന്നും മുക്തി കിട്ടും, സംശയം തീരും, ശരീരാഭിമാനം നീങ്ങും, പരബ്രഹ്മത്തെ അറിയാൻ സാധിക്കും, ഇഹപരസുഖം കിട്ടും, സച്ചിദാനന്ദം കിട്ടും, ഇന്ദ്രിയ സുഖം കിട്ടും, മനോമലം തീരും. ഇത് പറഞ്ഞു കൊടുക്കുന്നവരാണ് ഗുരുക്കന്മാർ. ഋഷഭദേവൻ പറഞ്ഞു, ഇതൊന്നും പറഞ്ഞു കൊടുക്കാത്തവർ ഭാര്യയല്ല, ഭർത്താവല്ല, മക്കളല്ല, മുത്തശ്ശനല്ല, മാഷന്മാരല്ല, എന്തിനാ ദൈവം പോലും അല്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരാണെങ്കിലോ, ചെയ്തു കൊടുക്കുന്നവരാണെങ്കിലോ, പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാട്ടോ, ചെയ്തു കൊടുക്കണം. അങ്ങനെ ദാനത്തെ ചെയ്യുന്നവർ ആണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ. അത് അവരവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യണം. ഇങ്ങനെ മുക്തി കിട്ടിക്കഴിഞ്ഞാൽ ഉദ്ധവ ഒട്ടും പരിഭ്രമിക്കണ്ട. അങ്ങേക്ക് സ്വയമേവ തന്നെ എന്നെ ഞാനായി കണ്ടുകൊണ്ട് ഞാനാകുവാൻ അങ്ങേക്ക് സാധിക്കും. എന്നുവെച്ചാൽ ഭഗവാനായിട്ട് മാറാൻ അങ്ങേക്ക് സാധിക്കും എന്ന് ഉദ്ധവനോട് പറഞ്ഞു. അങ്ങേക്ക് ബോധ്യപ്പെട്ടു. ഉദ്ധവ, ഭക്തന് പരമമായിട്ടുള്ള വിശ്വാസമുള്ളയാൾക്ക് യഥാർത്ഥത്തിൽ ഇത് അർഹതയുണ്ട് എന്ന് തോന്നിയാൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ. അത് സ്ത്രീ എന്നോ പുരുഷനെന്നോ കുട്ടികളെന്നോ വിവേചനം വേണ്ട. നമ്മൾക്ക് മഹാകേമന്മാർ എന്ന് തെറ്റിദ്ധരിക്കുന്നവർ യശസ് കൊണ്ട്, ധനം കൊണ്ട്, പ്രൗഢി കൊണ്ട്, കുലം കൊണ്ട്, അഭിജാത്യം കൊണ്ട് ഒക്കെ മഹാകേമന്മാരാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരോട് ഈ ഭാഗവത തത്വത്തെ പറഞ്ഞു കൊടുക്കണ്ട.
ഒരു ശൂദ്രനാണ്, ഒരു സ്ത്രീയാണ്, ചണ്ടാളനാണ്, അവർക്ക് ഈ ഭാഗവത തത്വത്തിന് അർഹത ഉണ്ട് എന്ന് അങ്ങേക്ക് തോന്നിയാൽ അവരോട് അത് പറഞ്ഞു കൊടുത്തോളൂ. ഇവർ നിന്ദിച്ചോട്ടെ, അവരതിനെ വിമർശിച്ചോട്ടെ, നിഷേധിച്ചോട്ടെ, അത് കാര്യമാക്കണ്ട. ഈ അഭിജാതന്മാർ എന്ന് പറയുന്നവരെ നിന്ദിച്ചോട്ടെ, അതിനെ കാര്യമാക്കണ്ട. അമൃത തന്നെ കുടിക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ ദാഹം വരില്ല, അതുകൊണ്ട് വേറെ വെള്ളം വേണ്ട. വിശപ്പ് വരില്ല, അതുകൊണ്ട് വേറെ ആഹാരം വേണ്ട. ഇതിൽ എല്ലാ അറിവുമുണ്ട്. അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. ഭാഗവതം വായിച്ചിട്ട് ഗീത വായിക്കണം എന്നതിലൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ഭാഗവതം വായിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഗീത വായിക്കണം എന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോയി. ഈ ശരീരബോധമുള്ള അത്രയും കാലം കർമ്മമാർഗമായിട്ട് വേണം കർമ്മത്തെ തീർക്കുവാനായിട്ട്. ഭാഗവത തത്വം നല്ലോണം ഉള്ളിൽ കയറിച്ചാൽ പിന്നെ ഗീത വായിക്കണ്ട. ഭാഗവതത്തിൽ പറഞ്ഞ വാക്കാണ് ഭാഗവതം കഴിഞ്ഞാൽ പിന്നെ ഗീത വായിക്കണമെന്ന്. ഭാഗവതം വായിച്ചിട്ട് ഗീത വായിച്ചിട്ടില്ല വെച്ചാൽ നമ്മൾ ഒരു പണിയെടുക്കില്ല. അപ്പം നമ്മുടെ പ്രാരബ്ധം തീരില്ല. നമ്മുടെ പ്രാരബ്ധം തീർന്നു എന്ന് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഗീത വേണ്ട. ഗീതയിലുള്ളത് മുഴുവൻ ഇതിലുണ്ട്, ഭാഗവതത്തിലുണ്ട്. അതിനെ എടുക്കാൻ നമുക്ക് സാധിക്കണം. ഇത് സാധിച്ചാൽ പിന്നെ എന്തിനാ വേറെ ഗീത? ഇതന്നെയാണ് ഗീതേ. ഗീതയിൽ പറഞ്ഞതിനേക്കാൾ എത്രയോ കൂടുതൽ കാര്യങ്ങളല്ലേ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 700 ശ്ലോകവും 14,500ഓളം ശ്ലോകം ഒരുപോലെയാണോ? രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? എത്ര ആറ്റി കുറിക്കാലും കൃഷ്ണ എന്ന 2 അക്ഷരം മാത്രമല്ലേ വേണ്ടൂ, വേറെ എന്തെങ്കിലും വേണോ? വേറെ യാതൊന്നും വേണ്ട. ഓം എന്ന ഒരൊറ്റ അക്ഷരേ വേണ്ടൂ. അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. പുരാണൈഹി ഭ്രമാവഹൈഹി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിലെ. അപ്പോൾ അത് പാഖണ്ഡം വരരുത്. നമ്മൾ ഏതിൽ നിന്നാണോ അറിവ് കിട്ടാൻ എളുപ്പവെച്ചാൽ അതിനെ എടുക്കുക. അതിനൊരു വിധിയുണ്ട്. അതുകൊണ്ട് എല്ലാ പുരാണങ്ങളെയും ആശ്രയിച്ചോളൂ, വിരോധമില്ല. അതിലേത് സത്തിനെ മാത്രം എടുക്കൂ. മത്സരം വേണ്ട. ശിവനാമീതെ, വിഷ്ണുമീതെ, ഭഗവതിയാമീതെ. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, വിഷ്ണു ദീക്ഷ എടുത്തിട്ട് വേണം ഭാഗവതം പറയാൻ. ദേവി ഭാഗവതം പറയുന്നുണ്ട്, ദേവീ ദീക്ഷ എടുത്തിട്ട് വേണം പറയാൻ. ശിവദീക്ഷ എടുത്തിട്ട് വേണം ശിവപുരാണം പറയാൻ. അത് ശരിയാണ്, അതേ ശരിയുള്ളൂ. അപ്പുറത്ത് തന്നെ വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പുരാണങ്ങളെയും നല്ലോണം പഠിച്ചിട്ട് വേണം ഈ ആചാര്യസ്ഥാനത്ത് ഇരിക്കാനെന്ന്. അത് കാണാതെ കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും തെറ്റായി. ഭാഗവത ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ട് താൻ ഒരു ദൈവത്തിനെ ഭജിക്കൂ. തെറ്റാതെ. എങ്ങനെ തെറ്റായി അതുകൂടി അറിയണം. എങ്ങനെ തെറ്റായി എന്ന് അറിയാതെ കണ്ട് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് വെറുതെ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ പൂജാവിധിയിൽ പറഞ്ഞു, ഈ ഭഗവാനൊപ്പം പാർഷദന്മാരെ, ഉപദേവതമാരെ പൂജിക്കണം എന്ന്. അതിൽ ലക്ഷ്മി പൂജിക്കണം പറഞ്ഞിട്ടുണ്ട്, ദുർഗയെ പൂജിക്കണം പറഞ്ഞിട്ടുണ്ട്, വിനായകനെ പൂജിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതറിയുന്ന ഭാഗവത ഉത്തമൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയണു? അപ്പോൾ മനസ്സിലാക്കിയിട്ടില്ല എന്നല്ലേ സാരം. മനസ്സിലാക്കിയിട്ട് തന്നെ വേണം പറയാനായിട്ട്, അല്ലാണ്ട് തോന്നിയത് പറഞ്ഞിട്ട് കാര്യമില്ല. തോന്നിയത് പറയുന്നവരാണ് ഇന്ന്. അതിനെ നിഷേധിക്കുക തന്നെ വേണം. ഞാനാപക്ഷമല്ല കേട്ടോ. ഞാൻ ഭാഗവതത്തിൽ കണ്ടത് പറഞ്ഞത് പറയണം. ഈ ധൈര്യം കിട്ടിയത് വേറൊന്നും ഉണ്ടായിട്ടല്ല, ഭാഗവതത്തിനെ ഉപാസിക്കുന്നത് കൊണ്ട് മാത്രമാണ്, വേറൊന്നുമില്ല. അതും സംസ്കൃതത്തിനെ അല്ല ഇപ്പോൾ ഉപാസിക്കാറ്, മലയാളത്തിനെയാണ് ഉപാസിക്കാറ്. നിഷേധിച്ചോട്ടെ, എന്നെ നിഷേധിച്ചോട്ടെ, എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, എന്നെ അകറ്റി നിർത്തിക്കോട്ടെ, എനിക്കൊന്നും തരാതിരുന്നോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം ഭഗവാൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരിലേക്കുമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് മോഹിക്കണു എന്ന് മാത്രമേ ഉള്ളൂ. അത് എത്തിക്കഴിഞ്ഞാൽ അതിന് സദ്ഫലമുണ്ട് എന്നുള്ളതും മനസ്സിലായി. കാരണം അത് എന്നെക്കൊണ്ട് തന്നെ ഭഗവാൻ അനുഭവിപ്പിക്കണു എന്നുള്ളതാണ്. അത് എല്ലാവരിലേക്കും എത്തിക്കുക, അത് മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പം അതുകൊണ്ട് ഭഗവാൻ തന്നെ പറയണു, ബ്രാഹ്മണ വൈദികാദികൾ ചെയ്യുന്നവർക്ക് അവരുടേതായിട്ടുള്ള ധർമ്മം. അപ്പം ഞാൻ ബ്രാഹ്മണ ധർമ്മം ചെയ്യുന്നയാളാണ്, കാശിന് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെറിയൊരു തെറ്റാണ്, അല്ലാന്ന് പറയണില്ല. എങ്കിലും അത് ചെയ്യുന്നുണ്ട്. ക്ഷത്രിയ വൈശ്യന്മാർക്ക് അവരുടേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്.
സകാമികൾക്ക് ആ കാമത്തെ ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രവൃത്തിയെ ചെയ്യാം, അതിന് വിധിയുണ്ട്. ജ്ഞാനിക്ക് മുക്തിയാണ് ആഗ്രഹം, അതിനു വേണ്ടിയിട്ടാണ് ജ്ഞാനി ശ്രമിക്കുക. നമ്മൾ എൻ്റെ ഏത് കീർത്തനം എടുത്താലും അതിലൊരു മുക്തി കാണാതിരിക്കില്ല. എൻ്റെ ലക്ഷ്യം മുക്തിയാണ്. അത് ഈ ധനസമ്പാദനമായിട്ടോ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും അയാളെ ഏൽപ്പിക്കേണ്ട കേട്ടോ, കാശ് കൂടുതലാണ് പറയണം. ഞാൻ എന്തിനാ കാശ് ചിലവാക്കണമെന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ പേടിയില്ല. ഞാൻ ഉപയോഗിക്കുന്നതും ഞാൻ സ്വീകരിക്കുന്നതും എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കുന്ന കാശും സുഖഭോഗങ്ങളെ അനുഭവിക്കുന്നതും വളരെ തുച്ഛമാണ്. അപ്പം അതുകൊണ്ട് അത് എന്നെ ബാധിക്കില്ല. അപ്പം ആ പരിഭ്രമമില്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഭാഗവത തത്വത്തെ ഉള്ളിൽ കൊണ്ട് നടക്കണം, ജീവിതത്തിൽ അത് ശീലമാക്കണം. വ്യതിചലിക്കരുത്, ച്യുതി സംഭവിക്കരുത്. മനോവിചാരങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് അന്യർക്ക് ദോഷം വരാവുന്ന രീതിയിൽ യാതൊന്നും ചെയ്യരുത് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക. സാന്ദർഭികവശാൽ കുറേശ്ശൊക്കെ സംഭവിക്കാം, കാരണം സമൂഹത്തിൽ അങ്ങനെയാണ്. സമൂഹജീവി ആയതുകൊണ്ട് അതിൻ്റെതായ ചില ദോഷങ്ങളൊക്കെ വന്നുണ്ടായിരിക്കുന്നില്ല. എങ്കിലും നല്ലോണം മനസ്സിരുത്താം എന്ന് സാരം, അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലക്ഷ്യമുള്ളവരോട് മാത്രമേ ഭാഗവത തത്വം പറയാവൂ, ഇല്ലെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറയുന്നവരോട് ഈ ഭാഗവത തത്വം പറഞ്ഞു കൊടുക്കണ്ട. അവരതിൽ നിന്നും മോചനം നേടി വരട്ടെ, എന്നിട്ട് ഭാഗവത തത്വം പറഞ്ഞു കൊടുക്കാം. അഥവാ ആവശ്യക്കാരന് മാത്രമേ ഇത് കൊടുക്കാവൂ. ഉദ്ധവനോട് ഭഗവാന്റെ ഭാഗവത തത്വങ്ങൾ മുഴുവൻ പറഞ്ഞതിൻ്റെ ശേഷം, ഞാൻ ഇതാ ഈ ജീവിച്ച് കാണിച്ചില്ലേ ഉദ്ധവ, അങ്ങ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ, അതിനെ നല്ലോണം വിശകലനം ചെയ്തോളൂ. ബാലലീല തൊട്ട് പൂതനാമോക്ഷം തൊട്ടിട്ട് ക്രമേണയായിട്ട് ജനിച്ചപ്പോൾ ചതുർബാഹു വിഷ്ണു സ്വരൂപത്തെ ഞാൻ അച്ഛനമ്മമാർക്ക് കാണിച്ചു കൊടുത്തു. കാരാഗ്രഹത്തിൽ നിന്നും അവരെ ഞാൻ മോചിപ്പിച്ചു. അമ്പാടിയിലേക്ക് എത്തി വീണ്ടും കാരാഗ്രഹത്തിലേക്ക് തന്നെ അവരെ കൊണ്ട് എത്തിച്ചു. എല്ലാം ലീലയാണ്, എല്ലാം രഹസ്യമാണ്. കുട്ടികളില്ലാതിരുന്ന നന്ദ യശോദമാർക്ക് സന്താനമായിട്ട് ഞാൻ വന്നു. ലോകര് മുഴുവൻ അവരെ കൃഷ്ണൻ്റെ അമ്മ അച്ഛൻ എന്ന് അറിയപ്പെട്ടു. ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചോളൂ. അപ്പോൾ അതിൻ്റെ അടുത്ത അർത്ഥം കിട്ടും, അതിൻ്റെ അടുത്ത അർത്ഥം കിട്ടും. ജീവിച്ച് കാണിച്ച് തന്നിട്ടുണ്ട് ഞാൻ കടം വീട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ജീവിച്ചോളൂ. ഇനി ഉദ്ധവൻ ആ ജീവിതം വേണ്ട, ഇത് പറഞ്ഞു കൊടുത്തോളൂ എന്നാണ്. അതാണ് ഭാഗവതം, അതാണ് ഭാഗവത തത്വം. അപ്പോൾ ഉദ്ധവൻ്റെ മനസ്സ് ഇത് കേട്ടതോട് കൂടിയിട്ട് ആർദ്രമായി കൃഷ്ണനെ സ്നേഹിക്കാൻ തുടങ്ങി. കൃഷ്ണനെ ജനിച്ചാന്ന് സ്നേഹിക്കുന്ന ആളാണ് ഉദ്ധവൻ. ദണ്ഡ നമസ്കാരം ചെയ്തു. നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞു, എല്ലാ കുട്ടികളെ കൊണ്ടും അച്ഛനമ്മമാരെയും മുത്തശ്ശിമാരെയും നമസ്കരിച്ച് ശീലിപ്പിക്കൂ. ചെയ്തില്ല വിചാരിച്ച് പരിഭ്രമിക്കണ്ട, അവരോട് പറയൂ, ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ. കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും തോന്നും, എന്താ ഈ മുത്തശ്ശി ഇങ്ങനെ പറയണത്, എന്നാൽ ഞാൻ ആരോഗ്യം വേണ്ട, ഇന്ന് ചെയ്തേക്കാം. അങ്ങനെ ചെയ്യവരെ. അത് ശരീരം കൊണ്ടാണ് ചെയ്യുക, അത് പിന്നീട് മനസ്സുകൊണ്ട് ചെയ്യാൻ തുടങ്ങിക്കോളും. മനസ്സുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയാലോ അതൊരു ശുദ്ധി പ്രക്രിയയായി. അതാണ്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ മനസ്സ് ഉദ്ധവനിലേക്ക് ഭഗവാൻ തന്നെ കൊടുത്തേ. ഉദ്ധവന്റെ മനസ്സ് ആർദ്രമായി. ഭാഗവതം വായിച്ചത് കേൾക്കുമ്പോൾ വായിക്കണ ആളും കരയണം, കേൾക്കണ ആളും കരയണം. കാരണം മനസ്സ് ആർദ്രമാവണം, കരയിക്കുക തന്നെ വേണം, മനസ്സ് ആർദ്രമാവണം. ആർദ്രമായാലാ കണ്ണീര് പൊട്ടുക, അത് ആനന്ദ കണ്ണീരാണ്. അജ്ഞാനത്തെ നീങ്ങുമ്പോഴേ ഇതൊക്കെ സംഭവിക്കുള്ളൂ. കുറ്റബോധത്തിൽ നിന്നുള്ള പശ്ചാത്താപം വന്നാൽ മാത്രമേ കണ്ണീരൊക്കെ പൊട്ടുള്ളൂ, അല്ലെങ്കിൽ കണ്ണീരൊന്നും പൊട്ടില്ല. അഗ്നി ഉണ്ടായാൽ പിന്നെ തണുപ്പിനെ പേടിക്കണോ, ഇരുട്ടിനെ പേടിക്കണോ, പിന്നെ അവിടെ ഭയം ഉണ്ടാവുമോ? പക്ഷെ അത് കാട്ടുതീയാണെങ്കിലോ, ഒന്നിച്ച് നമ്മൾ വിഴുങ്ങാനാണെച്ചാലോ
ഇത് രണ്ടും നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി, അത്രയേ വേണ്ടൂ. നമ്മുടെ കൺട്രോളിലുള്ള അഗ്നി അണച്ചാൽ നമുക്കതിന് വലിയ ഇഷ്ടമാണ്. അത് കൺട്രോളിലല്ലെങ്കിൽ ആ അഗ്നി തന്നെ നമ്മളെ വിഴുങ്ങും. അപ്പം അങ്ങനെ സംഭവിക്കരുത്. അങ്ങയുടെ എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളെയും ഞാനിതാ ഇല്ലാണ്ടാക്കണു. കാമവിമുക്തനാക്കി ഉദ്ധവനെ. പിന്നെ ആ ഉദ്ധവൻ കരയാതിരിക്കുമോ? ഉദ്ധവൻ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഭഗവാനോട്, എനിക്ക് അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ മനസ്സ് തുറന്നിരിക്കുന്നു. എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് ഭഗവാൻ കയറിയിരിക്കുന്നു. എനിക്കിനി ഒരാഗ്രഹവുമില്ല. ഈ സ്നേഹപാശം എന്നൊരു വിധിയുണ്ടല്ലോ, അത് ഭഗവാൻ സൃഷ്ടി രഹസ്യത്തിൽ ചേർത്തതാണ്. അത് എന്നെ കൊടുക്കുന്നുണ്ടോ ഭഗവാനെ ഈ യാദവരോടായിട്ടൊരു ബന്ധം? അങ്ങനെയാണെങ്കിൽ ആ കെട്ടൊന്ന് അഴിക്കണേ. സ്നേഹപാശം ഇമം ചിന്തി. അത് എവിടെയാ ഏറ്റവും കൂടുതൽ വരിക? യദുഷു, യാദവന്മാരിൽ. അതുകൊണ്ട് കാലപാശം, കർമ്മപാശം, സ്നേഹപാശം അതൊന്ന് മുറിച്ചു തരണം. അത്രേ വേണ്ടൂ. ഈ ബ്രഹ്മപാശവും വരുണപാശവും നാഗപാശവും കൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഉദ്ധവൻ ബുദ്ധിമുട്ടിയിട്ടില്ല കേട്ടോ, നമ്മളെ ഉദ്ദേശിച്ച് പറഞ്ഞ അത്രേ ഉള്ളൂ. ജനങ്ങളെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ടാക്കി തരണം. ഇപ്പം യാദവർ മുഴുവൻ ഭഗവാന്റെ നാരായണീ സേന എന്ന് പറയാം. ഈ സൈന്യം മാത്രമല്ല നാരായണീ സേന, എല്ലാം നാരായണന്മാരാണ്. അവർക്ക് ഭഗവാനെ ശരിക്കും മനസ്സിലായിട്ടില്ല അല്ലേ? മത്സ്യങ്ങൾ ചന്ദ്രനെ പ്രതിബിംബമായിട്ട് കാണുന്ന പോലെയാണോ എന്ന് ചോദിക്കുക. അപ്പം അല്ല, എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിവിടെ ഇത്രേ മനസ്സിലാക്കണ്ടു, ഞാൻ അതുകൊണ്ടാണ് അത്രേ കൊടുത്തത്. ഉദ്ധവൻ പറയണത്, യാദവന്മാർക്ക് അങ്ങയെ മനസ്സിലായിട്ടില്ല, എന്നാൽ അങ്ങയെ ഇങ്ങനെയല്ല കാണുക. അപ്പോൾ ഭഗവാൻ പറയണത് അവർക്ക് ഇത്രയേ വേണ്ടൂ. ഇവിടെ അവരവിടെ വന്ന് നല്ലോണം എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗോപന്മാരെയും ഗോപികമാരെയും ഒക്കെ ഭഗവാൻ ഒരിക്കലും വൈകുണ്ഠത്തിൽ പോയിട്ടൊന്ന് കാണിച്ചു കൊടുത്തു. കൃഷ്ണൻ്റെ മുഖം, അനന്തപത്മനാഭൻ്റെ ശരീരവും. അവിടെ നിയമങ്ങളുണ്ട്, മിണ്ടാൻ പാടില്ല, ഓച്ചാനിച്ച് നിൽക്കണം എന്നൊക്കെ. അപ്പോൾ ഈ ഗോപികമാരും ഗോപന്മാരൊക്കെ അവിടുന്ന് പോന്നു. ഭഗവാൻ ഞങ്ങൾക്കത് വേണ്ട, ഇവിടുത്തെ കൃഷ്ണനെ മതി എന്ന കൂട്ടത്തിലാണ്. ഇവിടെ ഇത്രയേ വേണ്ടൂ. കാരണം ഈ സ്വാതന്ത്ര്യം, കൃഷ്ണനുമായിട്ട് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം, സകലസ്വരൂപം സ്വതേ അതിനു വേണ്ടിയിട്ടാണ്. ഹിരണ്യകശിപുവിന് യുദ്ധം ചെയ്യാനാണ് താല്പര്യം, അതുകൊണ്ട് യുദ്ധം ചെയ്തു. ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാനാണ് താല്പര്യം, അതുകൊണ്ട് മരണത്തെ ഭഗവാൻ കൊടുത്തു. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. അപ്പോൾ എല്ലാം ഭഗവാനിലാണ് അടങ്ങിയിരിക്കുന്നത്. ഞാനും ആ ഭഗവാന്റെ അംശമാണ്. ഇപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള എന്തോ അതായി തീരണം നമ്മൾ. അതുകൊണ്ട് ഞാൻ ഭഗവാനെ ഇനി എനിക്ക് ഒന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, എന്നിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ല എന്ന് എനിക്ക് തോന്നണം. അപ്പം ഞാൻ ആരായി? ഞാൻ ഈശ്വരനായി. ഭഗവാനിൽ നിന്നും അന്യമായിട്ട് വേറെ യാതൊന്നുമില്ല എന്ന് ഭഗവാൻ പഠിപ്പിച്ചു. ഉദ്ധവൻ ഭഗവാനോട് പറയുകയാണ്, എനിക്ക് എന്നിൽ നിന്നും അന്യമായിട്ട് ഇനി യാതൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഞാൻ ഭഗവാനെ അങ്ങയുടെ ഈ തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നു. ഒരു നിമിഷം പോലും ഈ തൃപ്പാദങ്ങൾ എൻ്റെ മനസ്സിൽ നിന്നും മാറരുത്. അത് ഇപ്പം നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം നല്ലോണം ഉറച്ചു എന്ന് കൂട്ടുക, അത് എപ്പോഴും ഇങ്ങനെ സ്മരണ ഉണ്ടാവും. എന്ന കൂട്ടത്തിൽ ഈ തൃപ്പാദമാവണം. അത് ഭഗവാന്റെ പൂർണ്ണ രൂപത്തിൽ ഒന്നും വേണമെന്ന് തോന്നുന്നില്ല, തൃപ്പാദം മതി. തൃപ്പാദത്തിൻ്റെ അപ്പോഴും മോളിക്കൊക്കെ ഉണ്ടല്ലോ, ഒക്കെ സങ്കല്പിച്ചാൽ മതി. നമ്മൾ പാദ നമസ്കാരം ചെയ്യുമ്പോൾ പാദത്തെ നമ്മൾ കണ്ണ് തുറന്നിട്ട് കാണുകയാണെങ്കിൽ ആ പാദത്തിൻ്റെ മുകളിലുള്ള ഈ ആളെ നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാം, കണ്ണുകൊണ്ട് കാണുന്നില്ല. ഈ പാദം മതി എൻ്റെ ഹൃദയത്തിൽ. ബാക്കിയുള്ളത് വേണ്ട സമയത്ത് വേണ്ടത് ഞാൻ എടുത്തോളാം. അതിന് എന്നെ അനുഗ്രഹിക്കണം. ഈ പ്രേമഭക്തി ഭഗവാന്റെ തൃപ്പാദത്തിൽ രതി തോന്നാൻ തക്കവണ്ണം എന്ന് വെച്ചാൽ ചേർന്നിരിക്കണം, വിട്ടുപോരരുത്. സൂര്യൻ്റെ രശ്മി പോലെ, ഭൂമിയുടെ ഗന്ധം പോലെ. അപ്പോൾ അതായിട്ട് തീരുന്ന മട്ട് എപ്പോഴും ചേർന്നിരിക്കാൻ സാധിക്കണം.
അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയെ നമസ്കരിക്കുന്നു. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമാം യഥാത്വ ചരണാംഭോജെ രതിസ്യാത് അനപായി. എന്തിനു വേണ്ടിയിട്ടാണിത് ചെയ്യണത്? ഞാൻ എന്നുള്ള ബോധത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട്. എന്നിൽ ഇപ്പോഴുള്ളത് ഇന്ദ്രിയപ്രീത്യർത്ഥമായിട്ടുള്ള എന്തൊക്കെയോ വേണമെന്ന് തോന്നുന്നതാണ് 10 ഇന്ദ്രിയങ്ങളും 11ാമത്തെ ഈ മനസ്സും കൂടിയിട്ട്. അതിനെ ഒന്ന് ഒഴിവാക്കി തരണം. ഈ ജീവൻ ഭഗവാനാകുന്ന ഈ കൃഷ്ണസ്വരൂപത്തിൽ തന്നെ ലയിക്കണം. ബ്രഹ്മത്തിൽ ലയിക്കണം നിശ്ചയില്ല. കാരണം ഇനിയും ഉദ്ധവന് കുറച്ചുകൂടി കാലം ഉണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മത്തിൽ ലയിച്ചാൽ ഈ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തൃപ്പാദം എന്നും എൻ്റെ മനസ്സിലുണ്ടായാൽ എൻ്റെ രതി എവിടെയാവും? എൻ്റെ ലയിക്കൽ എവിടെയാവും? ഈ തൃപ്പാദത്തിലാവും. അപ്പോൾ ഭഗവാൻ തന്നുള്ള ഈ കാര്യങ്ങൾ മുഴുവനെ വേണ്ട രീതിയിൽ ഡ്യൂട്ടി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതിന് എന്നെ അനുഗ്രഹിക്കണം. അതിനുശേഷം ഭഗവാൻ തന്നെ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ലയിക്കും, എന്നിൽ ബ്രഹ്മത്തിൽ ലയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊണ്ട് പിന്നെ വേറെ വിഷയമില്ല. ഇങ്ങനെ ആശ്രയിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ അങ്ങ് ഗച്ഛോദ്ധവ ബദര്യാഖ്യം. അവിടെ എൻ്റെ നിത്യ സാന്നിധ്യമുണ്ട് നരനാരായണന്മാരായിട്ട്. ഞാൻ തന്നെയാണ് നാരായണൻ. നാരായണ അംശമായിട്ടേ ഞാൻ വന്നിട്ടുള്ളൂ എന്നാ. നരൻ്റെ അംശമായിട്ട് അർജുനൻ വന്നു, നാരായണൻ്റെ അംശമായിട്ട് ഞാൻ വന്നു, അത്രയേ ഉള്ളൂ. അവിടെ ബദരിയിൽ പോയിക്കോളൂ. എൻ്റെ പാദതീർത്ഥമാകുന്ന അളകനന്ദയുണ്ട് അവിടെ, ഗംഗ. അതിൽ കുളിച്ചോളൂ. 3 നേരവും 5 നേരവും. ഋഷിതുല്യനായിട്ട് ജീവിച്ചോളൂ, തപസ് ചെയ്തോളൂ തപസ്സുകൾക്കൊപ്പം. സത്സംഗിയായിട്ടിരുന്നോളൂ. അങ്ങോട്ടും സത്സംഗം, ഇങ്ങോട്ടും സത്സംഗം. അവിടെ 3 സംഘമാണ്. നാരായണൻ എന്ന ഈശ്വരഭാവം, ഉത്തമൻ എന്ന നിലയ്ക്ക് ഈ ഭക്തനായിട്ടുള്ള ഉദ്ധവൻ, മഹാഋഷികൾ, ഇങ്ങനെ 3 സംഘമാണ്. ബന്ധിപ്പിക്കുന്നത് ഈ ഗംഗയാണ്. അപ്പോൾ ഭഗവാന്റെ കഥകളെ, ഭഗവാന്റെ ഉപദേശങ്ങളെ, ഭഗവാന്റെ മെതിയടിയെ, ഭഗവാന്റെ തിരുരൂപത്തെ, ഭഗവാനെ മുഴുവനും സ്വായത്തമാക്കിയ ഉദ്ധവന് ഇനിയുള്ള കാലം ഈ ഭഗവത് തത്വത്തെ ആർക്കാണോ ആവശ്യം അവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടു ഈ ഉദ്ധവൻ. അതെവിടെ ഇരുന്നിട്ട്? ബദരിയിലിരുന്നിട്ട്. ഇപ്പോൾ അങ്ങ് ദ്വന്ദ്വം കടന്ന അവസ്ഥയിലാണ് ഉള്ളത് എങ്കിലും 2 എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഇത് പറഞ്ഞതോട് കൂടിയിട്ട്, അനുവാദം കിട്ടിയതോട് കൂടിയിട്ട്, അനുഗ്രഹം കിട്ടിയതോട് കൂടിയിട്ട് ഉദ്ധവൻ ഭഗവാനെ പ്രദർശനം വെച്ച് നമസ്കരിച്ചു. ജ്ഞാനിയായി ഭഗവാനെ ഇനി വിടുകയില്ല എന്ന് ഉറപ്പിച്ചു. വീണ്ടും വീണ്ടും നമസ്കരിച്ചു. വിയോഗം, ശാരീരികമായിട്ടുള്ളൊരു വിയോഗം സംഭവിക്കുന്നല്ലോ എന്നത് വിരഹം. അത് വീണ്ടും വീണ്ടും പ്രദർശനം വെച്ച് നമസ്കരിക്കാനുള്ളൊരു സാഹചര്യം വന്നു. ഭഗവാനെ എനിക്ക് വിടാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഭഗവാന്റെ ഇനി ആവശ്യമില്ലാത്ത ഈ മെതിയടികളെ എനിക്ക് തന്നുകൂടെ? എനിക്ക് അർഹതയുണ്ടെങ്കിൽ എനിക്ക് ഭഗവാന്റെ ഈ മെതിയടി എനിക്ക് തരും. കാരണം ഇനി ഭഗവാന്റെ സ്റ്റെപ്പ് വയ്ക്കാനില്ല. ഭഗവാൻ ഇനി മെതിയടിയുടെ ആവശ്യമില്ല. ആ ഭഗവാന്റെ മെതിയടിയിൽ ഈ 39 അടയാളമുണ്ട്, അല്ല 19 അടയാളമുണ്ട്. ഈ 19 അടയാളത്തോട് കൂടിയിട്ട് എനിക്കതിനെ, ഇതാണ് ഭഗവാന്റെ ഈ 19 അടയാളങ്ങൾ ആ തൃപ്പാദത്തിലുണ്ടാവും, മെതിയടിയിലുണ്ടാവും. അപ്പോൾ അത് കണ്ടുകൊണ്ട് വജ്രാങ്കുശ ധ്വജ സരോരുഹ യവാദികളെ അതിൽ കാണാൻ സാധിക്കും. ആയുധാദികളെ കാണാൻ, ശംഖചക്ര ഗദാപത്മങ്ങളെ കാണാൻ സാധിക്കും. അതിൽ രേഖയുണ്ടാവും, ത്രികോണങ്ങളുണ്ടാവും, സ്വസ്തികം ഉണ്ടാവും. അതൊക്കെ ഭഗവത് പ്രാപ്തിക്കുള്ള ഉപായങ്ങളാണ്. കൊടിയടയാളങ്ങളുണ്ടാവും. അത് എനിക്ക് കണ്ടുകൊണ്ട്, കാരണം ഭഗവാൻ ഇപ്പോൾ പറഞ്ഞു എന്ത്, മനസ്സിൽ ഈ തൃപ്പാദങ്ങൾ ഉണ്ടാവുന്നു, തലയിൽ ഈ മെതിയടി ഇരിക്കട്ടെ, ചുണ്ടിൽ ഭഗവാന്റെ നാമം. അപ്പോൾ മുഴുവൻ ഭഗവത് പരമായിട്ട് തീർന്നു. മെതിയടി ശിരസിൽ, ഹൃദയത്തിൽ ഭഗവാനെ പ്രദർശിച്ചു. നാമം ജപിച്ചുകൊണ്ട് ബദരിയിലേക്ക് എവിടെ നിന്ന് യാത്രയായി? ഭഗവാൻ ഇരിക്കുന്നതായിട്ടുള്ള ഈ ആലിൻ്റെ ചോട്ടിൽ നിന്ന്, ഈ വൃന്ദാവനത്ത് പ്രഭാസ തീരത്ത് നിന്ന് യാത്രയായി. എന്നിട്ടോ ഈ യാത്രയിൽ ഭഗവാൻ ആരെയൊക്കെയാണോ കാണുന്നത്, ആ കാണുന്നവർക്ക് മുഴുവൻ ഭഗവത് തത്വങ്ങളെ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്കാണ് വൃന്ദാവനത്തിൽ ചെന്ന്
വിതുരരെ കാണുന്നത്. ഉദ്ധവ വിതുര സംവാദം നമ്മൾ മൂന്നാമത്തെ സ്കന്ധത്തില് 2, 3, 4 3 അധ്യായങ്ങളെ കൊണ്ട് ഭഗവത് സ്മൃതി ഉദ്ധവൻ പറയുന്നത് വിതുരനെ കേൾപ്പിച്ചത് കേട്ടു. ഇപ്രകാരത്തിലാണോ പാലാഴി മഥനം ചെയ്തപ്പോൾ അമൃത് കിട്ടിയത്, അതേപോലെ ഈ ദേവന്മാരുടെ ജരാന്തര മാറ്റിയതുപോലെ വേദം കടഞ്ഞിട്ട് സാരോപദേശം മുഴുവൻ കിട്ടിയതുപോലെ ഭാഗവതത്തിൻ്റെ മുഴുവൻ തത്വങ്ങളും ഈ ഭഗവാന്റെ വാക്കുകളിലൂടെ ഉദ്ധവന് കിട്ടിയ അജ്ഞാനം നീങ്ങി. ആ ഭഗവാനെ ഞാൻ ഒന്ന് നമസ്കരിക്കട്ടെ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമാം യഥാത്വചരണാംഭോജേ രതി സ്യാത് അനപായിനി. ഇപ്പോൾ ഉദ്ധവൻ അതുണ്ട്, അനപായിനി ഭക്തി ഉദ്ധവനുണ്ട്. അത് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ധവനാണോ പ്രാർത്ഥിക്കണത്, അതോ ഈ ഉദ്ധവൻ്റെ അടുത്തേക്ക് എത്തുന്നതായിട്ടുള്ള ഭക്തന്മാരെ ഉദ്ദേശിച്ചിട്ടാണോ? ആ സംഘം കൊണ്ട് ഉദ്ധവനിലും ഈ മാറ്റം വന്നു വെച്ചാലോ, കലികാലാണേ, അത്ര പ്രശ്നമുണ്ട്. സംഘദോഷം സമ്പർക്കദോഷം വളരെ കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിൽ നിന്നും വേർപെടുക എന്നൊരവസ്ഥ ഇല്ലാണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്നതാണ് ആ പ്രാർത്ഥന. മഹായോഗിയായിട്ടുള്ള ഭഗവാനെ ഞാനിപ്പോൾ അങ്ങാണെന്ന് പറഞ്ഞു, അങ്ങ് ഞാനാണെന്ന് പറഞ്ഞു, എനിക്ക് തുല്യത ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് മഹായോഗി ഭാവം എനിക്ക് എന്നും ഉണ്ടാവണം. അങ്ങേ ഇതാ നമസ്കരിക്കുകയാണ്, ആശ്രയിക്കുകയാണ് പ്രപന്നം. സദാസമയത്തും അങ്ങയെ അനുസരിക്കുകയാണ്. അങ്ങനെയുള്ള എനിക്ക് ഈ ജീവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് എന്താണോ ചെയ്തു തരേണ്ടത് അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഈ സംഘദോഷം കൊണ്ട് എന്നെ അത് ബാധിക്കരുത്. കാരണം ഞാൻ അങ്ങയുടെ ഈ തൃപ്പാദമാകുന്ന താമരക്കാലുകളിൽ ഈ 19 അടയാളങ്ങളുള്ള ഈ ഭഗവത് അതിൻ്റെ സാരാംശത്തിൽ ആശ്രയിച്ചിരിക്കുകയാണ്. അതിൽ എനിക്ക് എന്ത് വേണം? അതിൽ മാത്രമേ ഈ രതി തോന്നാവൂ, മാക്സിമത്തിലുള്ള ഒട്ടൽ തോന്നാവൂ. അതിൽ നിന്ന് കാന്തം ഇരുമ്പിനോട് കൂടി ചേർത്ത് വെടിവിക്കാൻ പറ്റാത്ത രീതിയിൽ ഒട്ടിയിരിക്കുന്ന പോലെ, സൂര്യൻ്റെ രശ്മി പോലെ, ഭൂമിയുടെ ഗന്ധം പോലെ അതായിട്ട് എന്നെ അവിടെ ഇരുത്തണേ. അതിനു വേണ്ടി ഞാനിതാ അങ്ങയെ ആശ്രയിക്കുന്നു. അപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷി പറയാണ് പരീക്ഷത്തിനോട് ഈ കഥ പറഞ്ഞതിന് ശേഷം, ഞാനും ആ ഭഗവാനെ ഒന്ന് നമസ്കരിക്കട്ടെ. ഈ 31 അധ്യായങ്ങൾ പറഞ്ഞ് കൊടുത്തുല്ലോ. അപ്പം അതിൽ 23 അധ്യായങ്ങളും ഇപ്പോൾ ഈ ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള അധ്യായങ്ങളാണ്. പക്ഷേ അതിൽ നിമി നവയോഗി സംവാദത്തിൽ പറഞ്ഞ അധ്യായങ്ങളും അതിൽ പെട്ടതാണ്. അപ്പം അതുകൊണ്ട് അത് കണക്കാക്കിക്കൊണ്ട് തന്നെ പറയാണ്, എനിക്ക് ഈ പറഞ്ഞു തന്നതായിട്ടുള്ള ഭഗവാനെ ഒന്ന് നമസ്കരിക്കട്ടെ. ഭവഭയം അപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുപജഹ്രേ ഭൃംഗവദ്വേദസാരം അമൃതമുദധിതശ്ചാപായൽ ഭൃത്യവർഗാൻ പുരുഷം ഋഷഭം ആദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. ശരിക്കും ഭഗവാനെ അങ്ങോട്ട് ആശ്രയിച്ച് നമസ്കരിക്കുക തന്നെയാണ് എന്ന് സാരം. എത്രയാണ് ഈ കാര്യത്തിനെ വിശദീകരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിവൃത്തിയില്ല, അത്രയും കൂടുതലാണ്. കാരണം ഈ ശ്രീശുക ബ്രഹ്മർഷിക്ക് ഏതത് ആനന്ദ സമുദ്രം സംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം, അതാണ് അത്രയും ഭാഗവതമാണിത്. നമ്മളൊക്കെ ഭാഗവതന്മാരാണ്. ഈ ഭാഗവതന്മാർക്ക് വേണ്ടിയിട്ട് പറയപ്പെട്ടതാണ് കൃഷ്ണേന യോഗേശ്വര സേവിത അഘ്രിണ സർശ്രദ്ധയാ ആസേവ്യ ജഗത് വിമുച്യതേ. ആരാണോ ഇതിനെ ശ്രദ്ധയോട് കൂടിയിട്ട് സേവനം ചെയ്യുന്നത് അവര് ഈ ജഗത്തിൻ്റെ എന്തും ഉപേക്ഷിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ജഗത്തിലിപ്പോൾ ഞാൻ ഈ ശരീരമായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ശരീരത്തിൽ ഞാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ ജീവന് പ്രപഞ്ചവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അത്രയും കൂടുതൽ ഇതിന് ഉപകാരം ഉണ്ടാവും. ഇപ്പം നമ്മൾ എവിടെയാണ് ചെല്ലേണ്ടത്? ഗച്ഛോദ്ധവ മയാദിഷ്ടോ ബദര്യാഖ്യം മമാശ്രമം തത്ര മൽപാദതീർത്ഥോദേ സ്നാനോപസ്പർശനൈ ശുചി
ഇതൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ. ഗംഗയാകുന്ന ഈ കഥാമൃതത്തിൽ എല്ലാ ദിവസവും മുങ്ങി കുളിക്കണം. അത് തൊട്ട് നമസ്കരിക്കണം. ഗ്രന്ഥ നമസ്കാരാദികളൊക്കെ ചെയ്യണം. ഈ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഈ ലോകം. ഈ ഭഗവാന്റേതാണ് നമ്മൾ വസിക്കുന്നതായിട്ടുള്ള ഈ ഗൃഹം, ക്ഷേത്രം. ഈ വീടിനെ ക്ഷേത്രമായിട്ട് മാറ്റണേ. ഈ ഗംഗയാണ് ഏത്? ഈ ഭാഗവത ഗംഗ. അതിലങ്ങോട്ട് നമ്മളെ ഉദ്ധരിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ ഈ പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും മറ്റേ മുറ്റം ഉണ്ടല്ലോ, ആ റോട്ടിൽ നിന്ന് നിങ്ങൾ മുറ്റത്തേക്ക് കയറി, മുറ്റത്ത് നിങ്ങൾ ഗൃഹത്തിലേക്ക് കയറി, ഗൃഹത്തിൽ നിന്ന് നമ്മളെ ദേഹത്തിലേക്ക് കയറി, ദേഹത്തിലുള്ള ഈ ജീവാത്മാവിനെ പരമാത്മാവാകുന്ന ഹൃദയത്തിലുള്ള പരമാത്മാവിലേക്ക് അതിലേക്ക് അങ്ങോട്ട് കയറ്റണം. അതിന് ഈ കഥകളിലൂടെ അങ്ങോട്ട് കയറിയാൽ മതി. അപ്പോൾ നമുക്ക് അത് ശ്രദ്ധയാ ആസേവ്യ. അങ്ങനെയാണെങ്കിൽ ജഗത് വിമുച്യതേ. അപ്പോൾ നമുക്ക് ഭവഭയം അപഹന്തും. അത് ഈ ഭവ പേടിയുണ്ടല്ലോ, സംസാരം പേടി, അത് വരില്ല തന്നെ. അതെന്താ കാരണം? അത്രയും ജ്ഞാനമാണ്. വിജ്ഞാനത്തോട് കൂടിയിട്ട് ഇതിനെ സ്വീകരിക്കുക, അതിനെ ഉപയോഗിക്കുക. അപ്പം നമുക്ക് ഈ പൂവിൽ നിന്നും തേനെടുക്കുന്ന പോലെ ഈ ഭാഗവതത്തിലുള്ള സാരത്തെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഈ അമൃതിനെ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനിൽ എത്താൻ സാധിക്കും. അത് പറഞ്ഞു തന്നതായിട്ടുള്ള ഈ കൃഷ്ണൻ എന്ന് പേരുള്ള ബ്രഹ്മത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. ശ്രീ ബ്രഹ്മർഷി നമസ്കരിച്ചു. നമുക്കും അതേപോലെ ഭഗവാനെ നമസ്കരിക്കാം. നമോസ്തേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാം യഥാത്വ ചരണാംഭോജെ രതിസ്യാദ് അനപായിനി. ആ ഭഗവാന്മാർ രാധാകൃഷ്ണന്മാരായിട്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വാക്കുകൾ ഭഗവാൻ തൃക്കാർക്ക് സമർപ്പിക്കുന്നു. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. നാരായണ നാരായണ നാരായണ.